ചേട്ടാ ഇന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കട്ടെ? അമ്മയില്ലേ? അമ്മ അമ്പലത്തിൽ പോയി, ഞാൻ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കാൻ അറിയോ? പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് അങ്ങ് ഉണ്ടാക്കി തരാം. സോഷ്യൽ മീഡിയ താരം അഖിൽ NRDയുടെ ഭാര്യയുടെ ഒളിച്ചോട്ടം, ബസ്സിലെ കിളിയുടെ കൂടെയുള്ള ഒളിച്ചോട്ടമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. ഒരു സോഷ്യൽ മീഡിയ താരം മാത്രമല്ല അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഒരു സിനിമ ഈ അടുത്ത് ചെയ്തിട്ടുണ്ട്. മഹാരാജ ഹോസ്റ്റലോ അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ പേര്. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലോപ്പായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ആ വ്യക്തിയുടെ ഭാര്യ ആ വ്യക്തിയെ ഇട്ടേച്ചും ഒരു ബസ്സിലെ കിളിയുടെ കൂടെ ഓടിപ്പോയിരിക്കുകയാണ്. മോളെ, നീ കഥയുമായിട്ട് വരുമായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ. അതായത് അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തി നിന്നെ നോക്കുന്നില്ലായിരുന്നു, ആ വ്യക്തിക്ക് വേറെ കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നീ പറഞ്ഞുകൊണ്ട് വരും. അല്ല, നീ പറഞ്ഞു എന്ന് അറിയാൻ സാധിച്ചു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക്. അവൻ എന്തൊക്കെയോ വേറെ പരിപാടികളുണ്ട്, വേറെ കാമുകിമാരുണ്ട്. മോളെ, അവന് വേറെ കാമുകിമാരുണ്ടെങ്കിൽ ഉടനെ നീ വേറൊരു വ്യക്തിയുമായിട്ട്, അതും ഒരു ബസ്സിലെ കിളിയുമായിട്ട് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? നീ പറയുന്നതിനകത്ത് സത്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇനി നീ പറയുന്നതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ തന്നെ ഉടനെ വേറൊരുത്തൻ്റെ കൂടെ നീ ഒളിച്ചോടി പോകുന്നത് അത് എവിടുത്തെ പരിപാടിയാണ് മോളെ? അതുകൊണ്ട് തന്നെ നീ ആ കഥയും കൊണ്ട് ഇറങ്ങണ്ട. അവന് വേറെ പരിപാടി ഉള്ളത് കൊണ്ടാണ് നീ ഒളിച്ചോടി പോയെന്ന്. അവന് വേറെ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അത് നീ കയ്യോടെ പൊക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിയമപരമായിട്ട് തന്നെ അവനെ നിനക്ക് വേണ്ട എങ്കിൽ ഡിവോഴ്സ് ചെയ്ത് നീ വേറെ ആളുടെ കൂടെ പോകണമായിരുന്നു. അതിന് പകരം അവനെയും വെച്ചോണ്ട് വേറൊരുത്തനുമായിട്ട് ഡിങ്കോൾപ്പി എന്നിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇവളെയൊക്കെ എന്താ പറയേണ്ടത്? പ്രിയപ്പെട്ടവരെ, അവിഹിതം അങ്ങോട്ട് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കി, അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കിയെന്ന് ഞാൻ പറയുന്നില്ല, ഭർത്താവിനെ അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും ഒന്ന് നോക്കി ആ വ്യക്തിയെ പറ്റിക്കാതെ പിള്ളേരും ഒക്കെ ആയിട്ട് ജോലി ഉണ്ടെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് ബാക്കി എന്തെങ്കിലും കലാപരമായിട്ടുള്ള വാസനകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉണർത്തി ജീവിക്കുന്നതിന് പകരം ബസ്സിൽ കയറി യാത്ര ചെയ്ത് ബസ്സിലെ കിളിയുടെ കൂടെയൊക്കെ ഇറങ്ങി പോയേക്കുക. അല്ല, ഇത് അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്നൊരു കാര്യമൊന്നും അല്ല കേട്ടോ. ഇന്ന് കേരളത്തിൽ 80% നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്, ഇല്ലേ? പിന്നെ അഖിൽ NRDയെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? യൂട്യൂബിൽ അഖിൽ NRD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോകൾ കാണാം. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ കോമഡി പരമായിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ചേർന്ന് ഭാര്യയുണ്ട് കൂടെ. ഇടയ്ക്ക് ഉണ്ടായിരുന്നു 1-2 വീഡിയോയിൽ. ഞാൻ പറഞ്ഞ ഇവിടെ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം. ചേട്ടാ ഇന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കട്ടെ? അമ്മയില്ലേ? അമ്മ അമ്പലത്തിൽ പോയി, ഞാൻ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കാൻ അറിയോ? പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് അങ്ങ് ഉണ്ടാക്കി തരാം. എന്റെ പൊന്നുമോനെ, അവക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാന്ന് നീ പഠിച്ചില്ലേ ഇപ്പോ? നല്ല രീതിയിൽ തന്നെ അവൾ ഉണ്ടാക്കിയില്ലേ നിനക്കിട്ട്? പാവം അവൻ്റെ ഒരു അവസ്ഥ. അറ്റ്ലീസ്റ്റ് അവനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അവൻ തന്നെ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഈ കോമഡിയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതല്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ ജീവിതത്തിൽ തമാശകൾ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല അഖിൽ NRD. ഈ ഭാര്യ എന്ന് പറയുന്ന കുട്ടി മേഘ, അവളും അത്യാവശ്യം ഇൻട്രോവേർട്ട് ആണ് എന്നൊക്കെയാണ് അഖിൽ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾ ഇൻട്രോവേർട്ട് ആണെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവളൊരു ഇൻട്രോവേർട്ട് ആണെന്ന്? അല്ല, അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ. അവന് സമയമില്ല ഡെയിലി കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവരാനും. അതുകൊണ്ട് മാത്രം ബസ്സിലാണ് പോയി വന്നുകൊണ്ടിരുന്നത്. ആ ബസ്സിലെ കിളിയെ തന്നെ കയറി അങ്ങ് പ്രേമിച്ചു. അവൾ ഇൻട്രോവേർട്ട് ആണോ? അല്ല, അവൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അങ്ങനെയാണെങ്കിൽ തേങ്ങയുടെ കുറച്ച് മാങ്ങ ഇട്ടോ, ചോറിനൂടെ ഒരു പിടിയും കുടിക്കാം. എന്നാ ഒരു അരമണിക്കൂറേ ഞാൻ തേങ്ങ നരക്കട്ടെ. സമയം എടുത്തു മതി, പതിയെ മതി. ഞാൻ അപ്പോഴത്തേക്ക് കൈ കഴുകിയിട്ടിരിക്കാം. എന്തുവാണ് ഒരു സൗണ്ട്? കണ്ടല്ലോ, ഇതാണ് മേഘക്കുട്ടി, ഒളിച്ചോടിപ്പോയ മേഘക്കുട്ടി. ചില ആളുകൾക്ക് തോന്നും ഞാൻ എന്താ ഇരുന്ന് ചിരിക്കുന്നതെന്ന്. വേറെ ഞാൻ എന്താ ചെയ്യണ്ടേ? കരയണോ? അല്ല, അങ്ങനെ കരയാനാണെങ്കിൽ കുറേ ദിവസം തൊട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇരുന്ന് കരഞ്ഞോണ്ടേ ഇരിക്കണം. മടുത്തു ഈ ഒരു ടോപ്പിക്ക്. അതായത് ഇങ്ങനെ ഒളിച്ചോട്ട പരിപാടി ചെയ്ത് എനിക്ക് തന്നെ എന്തോ പോലായി. കേട്ട് നിങ്ങൾക്ക് മടുപ്പായി തുടങ്ങിയില്ലേ? ഇങ്ങനെ പോകുന്നതിനെയൊക്കെ കുറേ തെറിയും പറഞ്ഞ് എന്ത് കാര്യത്തിനാ? ഞാൻ ഇപ്പോഴും പറയുന്നു, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി അവരിതിനായിട്ടും വന്നെങ്ങും പറഞ്ഞിട്ടില്ല. അവരെങ്ങും വന്ന് പറഞ്ഞിട്ടില്ല.
അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടോ എങ്ങും രണ്ടുപേരും വന്ന് പറഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്നാണ് കേട്ടത്. അതായത് ഈ കിളിയുടെ കൂടെ പോയാൽ മതി, പോകണ്ട അഖിലിൻ്റെ കൂടെ, അഖിലിന് വേറെന്തൊക്കെയോ പരിപാടികൾ കാമുകിമാരൊക്കെ ഉണ്ടെന്ന്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, അഖിലിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ കല്ലങ്ങോട്ട് വലിച്ച് അവളെ മാത്രം എറിയുന്ന പരിപാടി ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ ഒരു ചോദ്യമുണ്ട്, അവൻ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലോ അവളുടെ വീട്ടിലോ ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റിയാൽ, എടാ മോനെ ഇനി ഈ പരിപാടി ചെയ്യരുത്, ഓക്കെ ചെയ്യുന്നില്ല എന്ന് അവനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. മനസ്സിലായോ? ക്ഷമിക്കാൻ പറ്റിയാൽ. ഇനിയും പറ്റുന്നില്ലേ, ഡിവോഴ്സ് ചെയ്യുക, പോവുക, വേറെ ആരുടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക. അഖിലിനും പോകാം, മേഘയ്ക്കും പോകാം. ഇത് അതിന് പകരം അവനെ നിർത്തിക്കൊണ്ട് വേറെ ഒരു കിളിയുടെ കൂടെ പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ചാടി ഇറങ്ങി പോയതൊന്നും ആയിരിക്കത്തില്ലല്ലോ. കുറച്ചായിട്ട് പ്രേമിച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ നൈസായിട്ട് അവനെ തേച്ചിട്ട് പോയതല്ലേ. അതിനുള്ളൊരു സമയം നിനക്ക് കിട്ടിയില്ലേ? അത്രയും ടൈം നീ എടുത്തില്ലേ? അവൻ അങ്ങനെ ഒരു തെറ്റുകാരനാണെങ്കിൽ നീ ആ വേറൊരുത്തനെയും പ്രേമിച്ച് പോകുന്ന ആ ഒരു ടൈമിൻ്റെ കുറച്ച് അവനിലോട്ടൊന്ന് കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ അവനെ മാറ്റിയെടുക്കാൻ പറ്റിയായിരുന്നെങ്കിലോ. അവൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ അവൻ അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്ത ഒരുത്തനാണെങ്കിൽ പൊന്നുമോളെ നീ എത്ര കഥ പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ നീ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, ആരും മൈൻഡ് ചെയ്യത്തില്ല നിന്നെ. എല്ലാവരും ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കും നിന്നോട്. ഉടനെ അതിനുള്ള പോംവഴിയാണോ മോളെ ബസ്സിലെ കിളിയുടെ കൂടെ ഇറങ്ങി ഓടുന്നതെന്ന് എല്ലാവരും ചോദിക്കും. നിങ്ങൾ ചോദിക്കത്തില്ലേ? ഒന്ന് ചോദിക്കും, കമൻറ്റ് ബോക്സിലൂടെയെങ്കിലും നിങ്ങളൊന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, വേറൊരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടേ അങ്ങോട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എല്ലാവരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് ഡൗൺ ആയി കിടക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഉയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ, അതായത് ഇവരുടെ കല്യാണം, അത്യാവശ്യം ഗംഭീരമായിട്ട് നടന്നൊരു കല്യാണമാണ്. ആ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അതുകൊണ്ട് മ്യൂസിക് ഒന്ന് കുറച്ച് ഞാൻ സാധനം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം സ്വർണമൊക്കെ കൊടുത്ത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവളെ കെട്ടിച്ചു വിട്ടത്. സ്ത്രീധനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞല്ല കേട്ടോ. അങ്ങ് അതിൻ്റെ കൂട്ടത്തെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്വർണ്ണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരും വെറുത്തു അവളെ. ഇത്രയും ഗംഭീരമായിട്ട് മോളെ കല്യാണം കഴിപ്പിച്ച ആ പയ്യന് കൊടുത്തപ്പോഴത്തേക്ക് രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനെയൊക്കെ അഖിലിന് അറിയാവുന്നതാണ് നേരത്തെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, മോളെ മേഘയെ, നിന്റെ വീട്ടുകാർ പോലും ഇനി നിന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും നിന്നോട് ചോദിക്കും, നിനക്ക് കടിയായിരുന്നോ മോളെ എന്ന്. ഓക്കെ, ഉറപ്പായിട്ടും ചോദിക്കും. അതിനകത്ത് യാതൊരു കുറ്റവും ചോദിക്കുന്നവരെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ആ ഒരു റീസൺ തന്നെ അവന് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നെന്ന്. നാണമില്ലേ? നീ അത് എന്തർത്ഥത്തിലാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നീ എന്ത് കണ്ടിട്ടാ ഡയലോഗ് അടിച്ചത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്? പോലീസുകാർ ചോദിച്ചില്ലേ, അല്ല മോളെ അവനങ്ങനെ വേറെ പരിപാടി ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരു പരിപാടിയാണോ ഇത്? ഉടനെ തന്നെ വേറൊരു കിളിയുടെ കൂടെ, അതും ബസ്സിലെ കിളിയുടെ കൂടെ. അവനെ പറ്റിയാണെങ്കിൽ നല്ല അഭിപ്രായമൊന്നും അല്ല കേൾക്കുന്നത്. എത്ര ദിവസം ഇനി അവൻ്റെ കൂടെ കാണുമെന്ന് കണ്ടറിയാം. അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ തട്ടിയിട്ട് അവൻ്റെ പാട്ടിന് പോകും. അപ്പോഴേ ഇവളെപ്പോലുള്ളവന്മാർ പഠിക്കത്തുള്ളൂ അല്ലേ? ഇനി എന്താ, ഒരു ഇന്റർവ്യൂവിൽ അഖിൽ NRD ഭാര്യയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. നിങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ, ഇതൊരു പാഠമാണ് പലർക്കും. അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പരിചയപ്പെടും, ചാറ്റ് ചെയ്യും, പിടികിട്ടിയോ, ലാസ്റ്റ് പ്രണയത്തിലായി, കെട്ടും. പക്ഷേ ഇവരുടെ തനിക്കണമൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ ചാറ്റിങ്ങിലൂടെയും ഫോണിലൂടെയുള്ള സംസാരവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറയുന്നതേ നമുക്കറിയാൻ പറ്റുള്ളൂ. പിടികിട്ടിയോ? ചില കേസസിൽ ഇപ്പോൾ മേഘ, ഈ അഖിൽ NRDയുടെ വൈഫ്, ഇവരുടെ സെയിം നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടാലും ചിലപ്പോൾ അഖിൽ അന്വേഷിച്ചിട്ടുണ്ടാവുമായിരിക്കും പരിസരത്തൊക്കെ. പക്ഷേ ചില കേസുകളിൽ നമ്മൾ ഈ ചാറ്റിലൂടെയൊക്കെ പരിചയപ്പെട്ട് നമ്മളങ്ങ് പ്രണയത്തിലാവും, വീട്ടുകാരെ ഇടപെടുത്തും, കല്യാണം കഴിക്കും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും പല കഥകൾ
ആണിനെ പറ്റിയാണെങ്കിലും പെണ്ണിനെ പറ്റിയാണെങ്കിലും പിന്നെ ആയിരിക്കും അറിയുന്നത്. ഇവരാവും നമ്മളോട് പറഞ്ഞ് കാണത്തില്ല. ഭൂരിഭാഗം കേസിലും അത് സംഭവിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ അടിയും വഴക്കും ആവും. പിടികിട്ടിയോ? എന്ന് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന കല്യാണം കഴിക്കുന്ന എല്ലാവരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമെന്നല്ല. ചിലരൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ചില വേഴ്സ് കേസസ് ഉണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങുന്നതാണ്. അവസാനം സോഷ്യൽ മീഡിയയുടെ തല തന്നെ എത്തും ആ ഒരു വെറുപ്പ് ഇല്ലേ? പിന്നെ ഫോൺ വിളിച്ചു, അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ച് ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി ഒരു സംഭവം ഉണ്ട്. അപ്പം രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? മേഘ ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അഖിലിപ്പോൾ പറയാൻ പോകുന്നത് ഇൻട്രോവേർട്ട് എന്നാ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഞാനും ഇവരുടെ വീഡിയോയിലൊക്കെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവരുടെ കല്യാണ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് ഈ ചില പുറത്തൊക്കെ ഇവർ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാർ വരുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിക്കൊണ്ട്, അതായത് ഈ മിണ്ടാപ്പൂച്ച കലവണയ്ക്കും എന്ന് പറയുന്നത് കേൾക്കത്തില്ലേ? അത്രേ ഉള്ളൂ. മിണ്ടാതിരിക്കുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പാവം പൂച്ചക്കുട്ടിയാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരി എന്ന് ഈ ഒരു കേസിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളും കുറച്ച് ഇൻട്രോവേർട്ടാണ്. അവൾ ഈ പറഞ്ഞിട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. നല്ല സ്മാർട്ടാണ് പെൺകുട്ടി എന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ? നല്ല സ്മാർട്ടാണ് അവള്. അതാണ് ബസ്സിലെ കിളിയുടെ കൂടെ ഇറങ്ങി അങ്ങ് പോയത്. എടാ, എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അഖിൽ NRDയുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമുക്ക് അറിയില്ല. കാരണം അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള, അത്യാവശ്യം കാശുണ്ടാക്കുന്ന, എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു സിനിമ ചെയ്തു. ഇച്ചിരി ഫ്ലോപ്പായി പോയെങ്കിലും ഒരു സിനിമയൊക്കെ ചെയ്തടേ. അങ്ങനത്തെ ഒരു വ്യക്തിയെ വിട്ടിട്ട് ഒരു കിളിയുടെ കൂടെ പോകണമെങ്കിൽ മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ അഖിൽ NRDയുടെ സൈഡിലും കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, വീണ്ടും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് സോൾവ് ആക്കി ഒന്നെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ മാന്യമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്ത് പോവുക. അതായിരുന്നു അവൾ ചെയ്യേണ്ടത്. അത് മാത്രമാണ് അവൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ചാടിപ്പോകുന്ന പരിപാടിക്ക് നീ എന്ത് റീസൺ പറഞ്ഞാലും കാര്യമില്ല. പിടികിട്ടിയോ? എത്രയൊക്കെ നീ ഇനി റീസൺ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല മേഘമോളെ, ഒരു കാര്യവും ഇല്ല. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയിൽ എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും അല്ലേ, ആവാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പം അഖിലിന് ഇപ്പൊ സിനിമയിലേക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് അഖിലിന് നല്ല പുഷ് അവള് കൊടുത്തല്ലോ. നല്ല പുഷ് തന്നെയല്ലേ അഖിലിന് കൊടുത്തത്. ഇതിൽ കൂടുതലൊരു പുഷ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനിയും കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും വലിയൊരു പുഷ് തന്നെയാണ് അവൾ കൊടുത്തിട്ട് പോയത്. എടി മോളെ, എന്തിനാടി ഈ തെമ്മാടിത്തരം ചെയ്തത്? എന്തിനാ? ഞാൻ വീണ്ടും പറയുന്നു, ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി. ഒരു വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് സൈഡും നോക്കണ്ടേ, രണ്ട് സൈഡിലെയും കാര്യങ്ങൾ പറയണ്ടേ. അല്ലാതെ ചുമ്മാ അവളെ ഈ വിഷയത്തിൽ ഒരു 99.9% അവളെ തന്നെ കല്ലെറിയുള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യം, ഒരൊറ്റ പോയിന്റ്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകണമെങ്കിൽ ചിലപ്പോൾ ഇവൻ്റെ സൈഡിൽ എന്തെങ്കിലും കാണുമായിരിക്കും. ഇനി അതും ഇല്ലെങ്കിൽ, ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ, ഞാനത് ഇത്രയും നേരം പറഞ്ഞത്, അത് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ അല്ലായിരുന്നു പോകേണ്ടിരുന്നത്. പിടികിട്ടിയോ? അവൾ പറയാൻ പോകുന്നൊരു കാരണം അതാണ്. നാളെ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അത് പറഞ്ഞും കഴിഞ്ഞു. ആ ഒരു റീസണെ പോലും, അവളെ പറയുന്ന റീസണെ നമ്മൾ എടുത്തുകൊണ്ട് വേണം അവളെ ഒഫൻഡ് ചെയ്യാൻ. പിടികിട്ടിയോ? അത് തിരിച്ചടിക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ചോദിക്കാം, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, ഉടനെ നീ ഇങ്ങനെയാണോ കാണിക്കണ്ടേ? ചോദിക്കാം. ഇപ്പം ചില ആളുകൾ വരുമായിരിക്കും, പിന്നെ അങ്ങനെ തന്നെ അവൾ ചെയ്യേണ്ടത്, അവൻ അങ്ങനെ പോവാമെങ്കിൽ എന്താ ഇവൾ ഇങ്ങനെ പോയാ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ചോദിക്കാൻ. അപ്പം പിന്നെ ഈ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഗതി? അങ്ങനൊന്നും ഇല്ല ഇന്ന്. അല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ടേ ഇനിയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അത് വേണ്ടേ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. അതുപോലെ തന്നെ
ഒരുപാട് ഇതുപോലുള്ള വ്യോട് പരിപാടികൾ ചെയ്യരുത് കേട്ടാ. കുറച്ചൊക്കെ മതി. സ്വന്തം കെട്ടിയനായിട്ടിട്ട് ഈ ചാടി കിളിയിലൂടെ പോകുന്ന പരിപാടിയും. ഓഹ് എൻ്റെ പൊന്നെ, എങ്ങോട്ടാ പോണേ?